ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ കടന്നു പോയിട്ടുള്ള ഏറ്റവും വിഷമം നിറഞ്ഞ ചില സന്ദർഭങ്ങൾ, അത്രയും ട്രൊമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ വള്ളി പുള്ളി വിടാതെ നമുക്ക് പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേ ഫീലോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് ആ ഒരു വേദനയും ആ സമയത്ത് നമ്മൾ അനുഭവിച്ച മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ഫീൽ ചെയ്യും. പക്ഷേ കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അടുത്തൊരാളുടെ ഒരു കഥ മാത്രമാണ്, അല്ലെ? അപ്പൊ അവർക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, മറിച്ച് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു സമാധാനം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയൊക്കെ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് അടുത്തൊരാളെ അറിയിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത്. പക്ഷെ കേൾക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മൾ പറയുന്ന അതേ ലെവലിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു നേരം പോക്കോ അല്ലെങ്കിൽ ഒരു തള്ളുകഥയോ, അല്ലെങ്കിൽ ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞത്, ഇതിനേക്കാൾ വലുതൊക്കെ ഞാൻ അനുഭവിക്കുന്നില്ലേ എന്നൊരു മാനസികാവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും നമ്മളുടെ അവസ്ഥ, ഞാൻ ഇന്ന അവസ്ഥയെ കൂടിയാണ് കടന്നു പോയത്, നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കും എന്ന് കൃത്യമായിട്ട് വിശ്വാസമുള്ളവരോട്, അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് ചോദിക്കുന്നവരോട് മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ തല്ലാനുള്ളൊരു വടി നമ്മൾ നേരത്തെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ വെട്ടിവെച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. Let light shine out of darkness.